ഏഷ്യയിലെ തന്നെ ലോങ്ങസ്റ്റ് ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പിലങ്ങാട് ബീച്ചും അധികം ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ധർമ്മടം തുരുത്തിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് കഷ്ടതകൾ സഹിക്കേണ്ടി വന്ന ഒരു യാത്രയായിരുന്നു ഇത്. സന്തോഷവും സങ്കടങ്ങളും യാത്രയുടെ ഭാഗം തന്നെയാണ്. വന്ദേ ഭാരതിലെ ആദ്യ യാത്രയ്ക്ക് ശേഷം ഏകദേശം ഒരു 12:30 ഞാൻ കണ്ണൂരെത്തി. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേഷ്. കണ്ണൂരിലെ മനോഹരമായ കാഴ്ചകൾ കാണാം. എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു കണ്ണൂർ ഗൈസ്. നമ്മൾ കാസർഗോഡ് പോയായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കണ്ണൂരിൽ നമ്മൾ ആദ്യമായിട്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മുഴുപ്പിലങ്ങാടാണ് കേട്ടോ. ഗ്രാമത്തിലൂടെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഇന്നലെ രാത്രിയോടെ തന്നെ ഞാനിവിടെ എത്തിയിരുന്നു ഗൈസ്. പക്ഷേ നല്ല പനിയും തൊണ്ടവേദനയും കാരണം എനിക്ക് എണീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ബ്ലിസ് കല്യാണി എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി കണ്ടുമുട്ടുകയും ഒരുപാട് പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാർഗെയിൻ ചെയ്ത് ഞാൻ ആ മാഡത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് എനിക്ക് കുറച്ച് റിഡക്ഷൻസ് ഒക്കെ കിട്ടി. അങ്ങനെ ഞാനവിടെ സ്റ്റേ ചെയ്യാണ് ഉണ്ടായത്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ത്രോട്ട് പെയിനൊക്കെ ഉണ്ട്, എന്നിരുന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ ട്രാവലിൻ്റെ ഭാഗമാണ് ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ തുരുത്തിലോട്ട് പോകാനായിട്ടൊന്ന് ട്രൈ ചെയ്യാണ്. ഇപ്പോൾ വേലിയേറ്റം ഉള്ള സമയം ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ആ കാണുന്നതാണ് നമ്മുടെ തുരുത്ത്. ആ തുരുത്തിലോട്ട് നമുക്ക് എത്തിപ്പെടാനാണ് നമ്മൾ ഈ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ ഒന്ന് നിർത്തോ ചേട്ടാ, നമുക്ക് തുരുത്തി പോകാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? ഈ ബാവിന്റെ ഇറക്കത്തിന് നല്ലോണം വെള്ളം പറ്റും. അതെന്റെ അടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ. നമുക്ക് ഇപ്പൊ പോകാൻ പറ്റുമോ അങ്ങോട്ടേക്ക്? പറ്റുമെന്ന് അറിയില്ല, വെള്ളം കാണുന്നുണ്ടല്ലോ. ബോട്ടിൽ പോകാൻ പറ്റുമോ? ബോട്ടിലൊന്നും പോകാൻ പറ്റും. തോണിയിലാടുന്ന എങ്ങനെ പോകുന്ന പുറമേ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിട്ട് വരാൻ ഉള്ളിൽ കയറാൻ പറ്റത്തില്ല അല്ലേ? അത് അപ്പുറം ധർമ്മടം പാലം കഴിഞ്ഞിട്ട് അങ്ങനെ പോകും. ഇപ്പോൾ ഈ റോഡ് വഴി നടന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സ്പേസ് കണ്ടു കേട്ടോ. ഇവിടെ ഒരുപാട് വള്ളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു സ്പേസ് കണ്ടോ, ഇവിടെ സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങാമായിരുന്നു ഗൈസ്. ഇതറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇന്നലെ ഇവിടെ വന്ന് കിടക്കായിരുന്നു. മുഴുപ്പിലങ്ങാട് സൗത്ത് UP സ്കൂളാണ്. പുതിയ മൊയ്തു പാലം, ന്യൂ മൊയ്തു ബ്രിഡ്ജ്, 2 പാലമാണുള്ളത് ഇവിടെ. അതായത് ഒന്ന് പഴയ പാലവും ഒന്ന് പുതിയ പാലവും. ഇതാണ് പഴയ പാലം കണ്ടോ, എന്ത് കിടിലം വ്യൂ ആണ്. അവിടെ കുറേ പേര് കക്കയാണോ മീനാണോ എനിക്കറിയില്ല, എന്തോ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ. അങ്ങനെ നമ്മുടെ ധർമ്മടം ബീച്ചിലെത്തിയിരിക്കണം കേട്ടോ. ഇതൊരു ബീച്ച് പാർക്കാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച് പാർക്കാണ് കേട്ടോ. ആൻഡ് ഞാനിവിടെ കുറേ പേരെടുത്ത് ചോദിച്ചു ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് തുരുത്തിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം ആ ഒരു വാവ് സമയത്ത് മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ്. ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗൈസ്. കാരണം ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് വന്നതാണ് അവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ കടലിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. ഇതൊരു പ്രളയ സമയത്ത് ഇവിടെ വന്ന് അടിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇറ്റാച്ചികളൊക്കെ ഇവിടെ കൊണ്ട് ഇട്ടേക്കുന്നത്. ഗായ്സ്, എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും വലിയ ചങ്ങല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നും നോയിയേ, ആ കാണുന്നതാണ് ധർമ്മടം തുരുത്ത്. അപ്പോൾ തുരുത്ത് കണ്ടപ്പോൾ ഞാൻ നടത്തം കുറച്ചൊന്ന് ഫാസ്റ്റാക്കി. ബീച്ചിലൂടെ ഒരു 15 മിനിറ്റ് നടന്നാൽ നമുക്ക് കല്ലുകൾ കൊണ്ട് നിറഞ്ഞൊരു സ്പോട്ടിലെത്താൻ സാധിക്കും ഗൈസ്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ധർമ്മടം തുരുത്തിലേക്ക് പോകേണ്ട ആ ഒരു വഴി എന്ന് പറയുന്നത്. ആ കാണുന്നതാണ് നമ്മുടെ തുരുത്ത്. എന്ത് ചെയ്യാൻ ഗൈസ്, അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ അവിടെ കുറച്ച് റിസ്ക്കാണ് ഗൈസ്. കാരണം ഇതേ കണ്ടില്ലേ, കടലിപ്പോൾ വെള്ളം കയറി കിടക്കുകയാണ്. ഇത് ഇറങ്ങുന്ന ഒരു സമയമുണ്ട്. ആ ഇറങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് ഇതുവഴി നടന്നു പോകാനായിട്ട് പറ്റും. പക്ഷേ തുരുത്തി പോകാൻ പറ്റിയില്ലെങ്കിലും ഗൈസ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഈവനിങ് സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഈ കല്ല് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഈ കല്ലുകൾ കണ്ട. എനിക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടപ്പോൾ, ഈ ഒരു പോർഷനിലേക്ക് എത്തിപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നി. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഗൈസ്. ഈ ഒരു കല്ലൊക്കെ കാണാനും ഭയങ്കര ബ്യൂട്ടിഫുൾ. ഞാൻ ഇതുവരെയ്ക്കും ഇതുപോലെ ഒരു ബീച്ച് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇത്രയും മനോഹരമായ കല്ലുകളൊക്കെ ഉള്ള ഒരു ബീച്ച് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഒരു ഐലൻഡ് അവിടെ ഉണ്ട്.
അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് തന്നെയാണ്. എനിക്ക് ആ ഒരു ജാഗ്വറിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഈ ആ ഒരു കല്ല് കണ്ടപ്പോഴത്തേക്കും. നമ്മുടെ കുളത്തുമല പോയപ്പോഴത്തേക്കും അവിടെ ഉണ്ടല്ലോ ജാഗ്വർ റോക്ക് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ടൈപ്പ് ഓഫ് കല്ലാണത്. ഞാൻ കുറേ പേരെടുത്ത് ഒപ്പീനിയൻ എടുത്തായിരുന്നു ഇവിടേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളത്. പലർക്കും പല അഭിപ്രായങ്ങളാണ്. കുറച്ച് പേര് പറയുന്നു വാവ് സമയത്തേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, ആ സമയത്ത് മാത്രമേ, കാരണം അപ്പോഴേ വെള്ളം നന്നായിട്ട് ഇറങ്ങത്തുള്ളൂ. പിന്നെ കുറച്ച് പേര് പറഞ്ഞാൽ അല്ലാതെ പോകാൻ പറ്റും, വെള്ളം ഇറങ്ങുന്ന സമയമുണ്ട്. ഇപ്പോൾ ഇന്ന് എന്തായാലും ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ല കഴിച്ച്, കാരണം ഇന്ന് നല്ല വെള്ളം കയറി കിടപ്പുണ്ട്. എന്തായാലും ഇടുപ്പിന് മുകളിലൊരു വെള്ളമുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന ഒരിക്കലും സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല, ഒരാളെ കൊണ്ട് പോയേ പറ്റൂ. കാരണം ആ ഐലൻഡിൽ അത്യാവശ്യം പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കൂടെ അറിയാന്നുള്ള ഒരാളില്ലെങ്കിൽ തിരിച്ചിത് വെള്ളം കയറുന്ന എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ച് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് റിസ്ക്കാണ് ഗൈസ് അങ്ങോട്ടേക്ക് പോകുന്നത്. എന്തായാലും എനിക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഐലൻഡ് ഇതേ അവിടെയുണ്ട്. അപ്പോൾ എന്നെങ്കിലും ഒരു ദിവസം ആ ഒരു ഐലൻഡിൽ പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നിന്ന് എന്തായാലും നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മുഴുപ്പിലങ്ങാടി ഡ്രൈവിംഗ് ബീച്ചിലാണ് കേട്ടോ. ഈവനിങ് നമ്മൾ അവിടുത്തെ കാഴ്ചകളായിരിക്കും കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ ധർമ്മടം തുരുത്തിനോട് യാത്ര പറഞ്ഞ് ഞാൻ ബീച്ചിൽ നിന്ന് തിരിച്ച് നടക്കാനായിട്ട് തുടങ്ങി. നടന്ന് വന്നപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. ആ കാഴ്ച ഇതാണ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു സ്ഥലം. ഇതിങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് നിലനിൽക്കാനായിട്ടൊരു കാരണമുണ്ട്. ഇത് ഇവരാണ് കേട്ടോ കാരണം. കാരണം ഇവരാണ് ഇത്രയും ചവർ ഇതെല്ലാം ഈ കടലിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇവരിതൊക്കെ പറക്കിയിട്ട് ഈ ഒരു സ്ഥലം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരാണ് ഇവിടെ നമ്മുടെ മാലാഖമാർ എന്ന് പറയുന്നത്. ഇവരാണ് ഈ കാണുന്ന ചവറെല്ലാം പറക്കി ഇവിടെ ക്ലീനായിട്ട് സൂക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവർ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ വെയിൽ അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഈ ഒരു വെയിലത്ത് ഇവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാണ് കേട്ടോ. ഗൈസ് അങ്ങനെ ധർമ്മടം തുരുത്തിയിൽ നിന്ന് ഏകദേശം 3-3.5 കിലോമീറ്ററോളം നടന്നിട്ട് നമ്മളിപ്പോൾ ഇതാ നമ്മുടെ ബീച്ചിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മുഴുപ്പിലങ്ങാടി ബീച്ച് കേട്ടോ. ഏഷ്യയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ബീച്ചാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ ഇങ്ങനെ വേറൊരു ബീച്ച് കാണാൻ പറ്റില്ല, അതായത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ച് കാണാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കണ്ണൂരിൻ്റെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്. ബീച്ചിലേക്ക് പല എൻട്രൻസ് ആണ് ഉള്ളത്. വണ്ടി ഇറങ്ങാനായിട്ട് ചെറിയ ഫീസൊക്കെ ഇവർ ഈടാക്കുന്നുണ്ട്. നിരവധി വണ്ടികളാണ് ഈ ബീച്ചിലൂടെ കടന്നു പോകുന്നത്. കാറും ബസ്സും പിക്കപ്പും തുടങ്ങിയ എല്ലാ വണ്ടികളും ഇവിടെ കാണാൻ സാധിക്കും. മറ്റുള്ള ബീച്ച് പോലെ അല്ല മുഴുപ്പിലങ്ങാട്. ഇവിടുത്തെ മണ്ണിന് നല്ല ഉറപ്പായതുകൊണ്ട് തന്നെ വണ്ടിയൊന്നും താഴ്ന്നു പോകില്ല. അതുപോലെ പാരച്യൂട്ട് ആക്ടിവിറ്റീസും മോട്ടോർ പാരാഗ്ലൈഡിങ്ങും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഗൈസ് അപ്പോൾ പുള്ളി ഇതേ പറന്ന് ഇതേ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതേ ഇപ്പോൾ താഴോട്ട് വരുന്നുണ്ട്. കറങ്ങി ഇതേ പുള്ളി താഴോട്ട് വരുന്നുണ്ട്. കാണാൻ ഭയങ്കര ഒരു ഭംഗിയാണ്. ചേട്ടാ എവിടെ ഉള്ള? ഇവിടെ അല്ല, ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ആയിക്കോട്ടെ. 8 കിലോമീറ്റർ കൊള്ളല്ലേ, അടിപൊളി സാധനമല്ലേ. മറ്റേലവർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ, ഇതില് 2 പേർക്ക് പോവാ അല്ലേ? ഞാൻ ട്രിവാൻഡ്രം. ആ ഞാൻ ആദ്യമായിട്ടാണ് ഈ മോട്ടോർ പാരാഗ്ലൈഡിങ് കാണുന്നത് കേട്ടോ. പാരച്യൂട്ട് ആ മെഷീനിൽ ഫിക്സ് ചെയ്യുകയാണ്. സാഹസികത നിറഞ്ഞതും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. നിലത്തേക്കുന്ന നമുക്ക് തന്നെ ഒരു ആവേശവും സന്തോഷമൊക്കെ തോന്നും. അപ്പോൾ പറക്കുന്ന ആളുടെ കാര്യം പറയണ്ടല്ലോ.
നമ്മളിവിടെ കമ്മട്ടിപ്പാടം എന്നൊരു റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കയറിയിട്ട് ഒരു കട്ടൻ അടിക്കാം എന്തായാലും. അപ്പോൾ സൺസെറ്റിൻ്റെ ടൈമാണ് കണ്ടോ, കണ്ണിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5:44 ആയി കേട്ടോ ടൈം. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മട്ടിപ്പാടം റെസ്റ്റോറൻറ്റ്. വലൈക്കും അസ്സലാം. നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഞാനൊന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഇരുന്നൊരു കട്ടനൊക്കെ കുടിക്കാൻ പറഞ്ഞാൽ അടിപൊളിയാണ്. ചേച്ചി ഒരു കട്ടൻ. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടേക്ക് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ ഇറക്കി ഒന്ന് നനച്ച് ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ഇഷ്ടം പോലെ പേരാണ് കേട്ടോ. ഭയങ്കര ഒരു വൈബാണ് ഗൈസ്. അപ്പോൾ ഞാനിതാ മുഴുപ്പിലങ്ങാടി ഡ്രൈവിംഗ് ബീച്ച് കണ്ട് നമ്മുടെ ധർമ്മടം തുരുത്തിൻ്റെ ഇവിടെയൊക്കെ പോയിട്ട് റിട്ടേൺ പോവുകയാണ് ഗൈസ്. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒരു 6:30 കഴിഞ്ഞു, 7 മണിയോട് അടുക്കുന്നു ഗൈസ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. അപ്പുറത്തൊരു വാക്കവേ ഉണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. കാരണം എനിക്ക് ചെന്നിട്ട് വേണം എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ചിറങ്ങാനായിട്ട്. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് വെച്ചേക്കാണ്. അപ്പോൾ അവരിപ്പോൾ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു സാധനങ്ങളൊക്കെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് അവിടെ പോയി സാധനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായിരുന്നാലും നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് കണ്ണൂരിലെ മറ്റൊരു സ്ഥലമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.